ഹലോ എവരിവൺ. അപ്പോൾ എല്ലാവരും ഈ ഓണം നല്ല അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ ഓണത്തിനാണ് ഞാൻ ഒരുപാട് പട്ടുപാവാടകൾ സ്റ്റിച്ച് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഈ തവണ സാരിയേക്കാൾ കൂടുതൽ ധാവണി പട്ടുപാവാട അങ്ങനെയാണോ പോയതെന്ന് തോന്നുന്നു കേട്ടോ. അറിയില്ല, ഇനി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്തു കേട്ടോ. ഫസ്റ്റത്തെ ഒരു സെറ്റ് സാരി വെച്ചിട്ടുള്ള പട്ടുപാവാടയായിരുന്നു കേട്ടോ. പിന്നെ ഇത് അല്ലാത്തൊരു നോർമൽ സാരി വെച്ചിട്ടുള്ളതായിരുന്നു. ഇതിൽ കുറച്ച് സ്റ്റോൺ വർക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇത് തയ്ച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ബും എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഒന്ന് അയൺ ചെയ്തതാണ്. എല്ലാ പട്ടുപാവാടകളും നമ്മൾ അയൺ ചെയ്യുമല്ലോ, എങ്കിലാണ് കറക്റ്റ് ഒരു ഫിനിഷിങ് കിട്ടുക കേട്ടോ. അപ്പോൾ ഇതിന് പ്ലേറ്റിൻ്റെ വീതിന് 1.5 ഞാൻ ഉള്ളിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്നത് 4.5 ആണ് കേട്ടോ. പിന്നെ ഇത് അടുത്തതൊരു ക്ലോത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് വാങ്ങില്ലേ, അങ്ങനത്തതാണ്. ഇതിന് താഴെ ഒരു പ്രിൻ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതിനും അതുപോലെ തന്നെ നല്ല ഉള്ളിലേക്ക് നല്ല ക്ലോത്ത് കൊടുത്തിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് താഴെ ഒരു കൃഷ്ണൻ്റെയും രാധേൻ്റെയും ചിത്രമൊക്കെ വരുന്നുണ്ട്. ഇതിനിടയിൽ കൂടെ ഒന്ന് പറയാം, ഞാനൊരു പട്ടുപാവാട സ്റ്റിച്ച് ചെയ്തിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാൻ പോലും സമയം കിട്ടിയില്ല, അങ്ങനെയായിരുന്നു. പിന്നെ ഇതൊരു സാരി കൊണ്ടുള്ളതാണ് കേട്ടോ. ഇതൊരു ചെറിയ കുട്ടിക്കുള്ളതായിരുന്നു. അപ്പോൾ ഇതിന് പക്ഷേ ബ്ലൗസ് വരുന്നത് ഒരു മെറൂൺ ഷെയ്ഡിലുള്ളതായിരുന്നു. അതായത് സെയിം സാരി കൊണ്ടല്ല, വേറൊരു സാരി ഉണ്ടായിരുന്നു. അപ്പോൾ ബൈ ഗൈസ്.